ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, ഇന്ന് നമ്മൾ ശിവകാർത്തികേയന്റെ ഒരു പുതിയ മൂവിയുടെ ടൈറ്റിൽ ടീസർ വന്നിട്ടുണ്ട്. ഇന്ന് ടൈറ്റിലിനെ പറ്റി തന്നെ ഭയങ്കര കോൺട്രവേഴ്സീസും നടക്കുന്നുണ്ട്. അതെ, കുറെ ഓൺഗോയിങ് കാരണം ഇന്ന് അത് ട്രെൻഡിങ് ആണ്. ആ ഒരു പരാശക്തി എന്ന് പറഞ്ഞിട്ട് അത് ടൈറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയയിൽ. എന്താന്നുള്ളത് നമ്മൾ പിന്നീട് പറയാം. അപ്പം ഇത് നമുക്കറിയാം, ശിവകാർത്തികൻ ഇപ്പൊ നമ്മൾ റീസെന്റ് കണ്ടൊരു മൂവിയായിരുന്നു അമരൻ. സോ ലൈക്ക് ഹാർട്ട് ടച്ചിങ് ഒരു മൂവി ആയിരുന്നു. നമുക്കറിയാം ലോകമെമ്പാടും എല്ലാവരും അപ്രിസിയേഷൻ സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതുപോലെ തന്നെ ഈ ഒരു മൂവിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ദിസ് ഇസ് ഡയറക്റ്റഡ് ബൈ സുധ പൊഗാര, നമ്മുടെ ഡയറക്ടർ. മറ്റേ നമ്മുടെ സൂര്യന്റെ മൂവി. അതെ, സരാരപട്ടറിന്റെ ഡയറക്ടറാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. സോ നമ്മള് എളുപ്പമായി ടൈറ്റിൽ ടീസറാണ് പകരം സംസാരിക്കാം. യെസ്, looks a little intense. Oh, college fight. Hey. Oh, sweet. Kissing girl. The car. Very morning. ஒரு ட்ரங்க் கால் போட்டு நாங்களே வந்திருப்போம்ல. நீ ராக்குன்னு நின்று சச்சுன்னு வாடுகிறா செத்துருப்படாடோய். I'm liking the background score. Yeah. Hey. சேனை ஒன்று தேவை. சேனை ஒன்று தேவை. பெருஞ்சேனை ஒன்று தேவை. Do not touch flag. Okay. Super power പരാശക്തി. ഒരു സ്റ്റുഡൻസ് യൂണിയൻ പോലുണ്ട് സംഭവം. ഒരു കോളേജ് പൊളിറ്റിക്സ്. This reminds me of മറ്റേ മാസ്റ്ററിന്റെ ആ ഒരു തലപ്പത്തി വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട്. Looks good. Loading. നമ്മുടെ കോളേജ് പൊളിറ്റിക്സ് സംഭവങ്ങളൊക്കെ, പിന്നെ ഇവിടെ യൂണിയൻ സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഇറ്റ് ഈസ് ലൈക്ക് ശിവകാർത്തികൻ വേഴ്സസ് രവി മോഹൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. എനിക്ക് ശ്രീലീലയുടെ എൻട്രി ഒക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പം കാണായിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ ഒരു പീരിയഡ് ഡ്രാമ, ഒരു പഴയ ടൈമിലേക്കാണ്. ബിക്കോസ് ദ അറ്റയർ ആൻഡ് ശ്രീലീലയുടെ ആ കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു ഈ ഒരു ടൈറ്റിലിൽ പഴയ ഒരു മൂവിയുണ്ട്, 1952 ഇങ്ങനെ സെയിം നെയിമിൽ ഒരു തമിഴ് മൂവിയുണ്ട്. അപ്പം ഇത് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് പറഞ്ഞാൽ ഐ ലവ് ദ ചോയ്സ് ഓഫ് സ്റ്റോറീസ് ശിവകാർത്തികൻ ഈസ് ഓപ്റ്റിംഗ്. ഇന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ദ ക്യാമറ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ക്ലിക്ക് 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 ക്ലിക്ക്. ആൻഡ് ഓഫ് കോഴ്സ് ജി വി പ്രകാശ് ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. സ്റ്റാർട്ടിങ് ഭയങ്കര സസ്പെൻസ് പോലെയായിരുന്നു, പിന്നെ അങ്ങോട്ട് ചെറിയൊരു മാസിലോട്ട് പോയി. ഒരു ഹോണ്ടിങ് അല്ല, എന്താ പറയുന്നത്, ടെക്നിക്കൽ ടേം ഐ ഡോണ്ട് നോ. പക്ഷെ അടിപൊളിയായിരുന്നു. ബട്ട് ദെൻ ഇറ്റ്സ് ക്ലിയർ ദാറ്റ് സുധ ഈസ് കമ്മിങ് വിത്ത് സംതിങ് ഇൻ അനദർ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്നുള്ള രീതിയിൽ. പിന്നെ എന്താണ്, പിന്നെ തെലുഗു മൂവിയിലും ഐ തിങ്ക് 6 months മുന്നേ തന്നെ നമ്മുടെ വേറൊരു ഡയറക്ടർ ഈ ഒരു പേര് വെച്ച് തന്നെ മൂവി വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദീസ് both movies are releasing on the same day. അങ്ങനെ എന്തോ ഉണ്ട് കോൺട്രോവേഴ്സി. പക്ഷേ ഇതിന്റെ ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ബട്ട് ദെൻ ഐ തിങ്ക് അവിടെ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓബ്വിയസ്, നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ മൂവീസ് സെയിം നെയിമിലൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഒരു ക്ലാഷ് നടക്കുന്നുണ്ട്. സ്പെല്ലിംഗിൽ ഡിഫറൻസ് ഉണ്ട്. തെലുഗുവിൽ പരാശക്തി, ഇവിടെ ഇത് പരാശക്തി. അങ്ങനെ എച്ച് ഇല്ല, എച്ചിന്റെ ഒരു ഡിഫറൻസ്. മോർ ഓർ ലെസ് ഇറ്റ് മീൻസ് ദ സെയിം റൈറ്റ്. പക്ഷെ എനിക്കറിയില്ല നമ്മൾ ആരാണ് ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പോണത് എന്നുള്ള രീതിയിലും. അതായത് മറ്റേ മൂവി എനിക്കൊന്ന് വിജയ് ആന്റണിയുടെ മൂവിയാണ്. സോ both were supposed to release on the same day. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് അവർ തന്നെ ഡിസൈഡ് ചെയ്യും അല്ലേ. പക്ഷേ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. We are looking further for more updates from പരാശക്തി. അപ്പം ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ. നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു, എന്തൊക്കെയാണ് കണ്ടുപിടുത്തങ്ങൾ, പ്ലീസ് ഡു കമന്റ് ഡൗൺ.